ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായോ? ഇന്ന് ചെമ്മീൻ വെച്ചിട്ട് ഞാനൊരു അടിപൊളി ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. ചെമ്മീൻ വെച്ചിട്ട് ഞാൻ ഒരുപാട് റെസിപ്പി ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ മുരിങ്ങക്കാ കറി, ചെമ്മീൻ നേന്ത്രക്കായ കറി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 40 ഗ്രാംസിൻ്റെ ഡ്രൈഡ് പ്രോൺ ആണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. എണ്ണയൊന്നും ഒഴിക്കണ്ട, അല്ലാതെ റോസ്റ്റ് ചെയ്താൽ മതി. വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം പതുക്കെ ആയിക്കോളും. ഇടയ്ക്കൊന്ന് തീയൊക്കെ കുറച്ചിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. വലിയ ജോലിയുള്ള കാര്യമൊന്നുമല്ല, എന്നാലും നമ്മൾ പെട്ടെന്നൊക്കെ ഒന്ന് തയ്യാറാക്കണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ചോറൊക്കെ കഴിക്കാം. ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ വറുക്കുമ്പോൾ വീട് മുഴുവൻ മണമായിരിക്കും. പിന്നെ അതിൻ്റെ ഇത് മാറണമെങ്കിൽ അത് കഴിച്ചു തരണം അല്ലേ? ഇനിയൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് വറ്റൽമുളക് അത് ചേർക്കാം. അപ്പോൾ ഇതിടുമ്പോൾ തന്നെ ഇപ്പോൾ നല്ലൊരു പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കാം കേട്ടോ. കാരണം ഞാനിത് കഴുകിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആ വെള്ളം കൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. കഴുകിയിട്ട് ഞാൻ തിരിച്ചു വരാം. ഇത് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനിയിപ്പോൾ വറ്റൽമുളക് ഇല്ലെങ്കിൽ നിങ്ങൾ മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ഇത് നമുക്ക് അരയ്ക്കാനുള്ളത് ജസ്റ്റ് ലാസ്റ്റിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇറക്കി. എല്ലാം പൊട്ടിക്കറിയാണല്ലോ. അപ്പോൾ ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ചെമ്മീനൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ ചെമ്മീനൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് തന്നെ നേരത്തെ വറുത്ത് വെച്ച വറ്റൽമുളക് ഇടാം. ഉള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ബാക്കി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, വാളൻപുളി, പിന്നെ തേങ്ങ ഇതും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ചെറിയ ബൗളായതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് അരയ്ക്കാം. ഒന്ന് അരച്ചിട്ട് വരാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഈ പൊടിച്ചു വെച്ച
ചെമ്മീൻ കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയി കഴിയും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.